ഇന്ന് വെള്ളിയാഴ്ചയൊക്കെയല്ലേ, അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ മക്കൾ പറഞ്ഞു എപ്പോഴും ഇല്ല ബിരിയാണി ഉണ്ടാക്കണേ, നമുക്കൊന്ന് മന്തി ഉണ്ടാക്കിയാലോ. അങ്ങനെ പ്ലാനാണ് മാറ്റി പിടിച്ചു. എനിക്ക് മന്തി ഉണ്ടാക്കാൻ അറിയൊന്നുമില്ല, ആദ്യമായിട്ടാണ്. അങ്ങനെ പല പല വീഡിയോസൊക്കെ തപ്പി ഞാൻ എൻ്റേതായ രീതിയിൽ ഞങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. എല്ലാ സാധനങ്ങളൊന്നും ഇല്ല, എന്നാലും ഉള്ള സാധനങ്ങളൊക്കെ വെച്ചൊന്ന് തട്ടിക്കുട്ടി ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഫ്ലോപ്പാവുമെന്നൊന്നും അറിയില്ല. ഇതൊരു ട്രയലായിട്ട് ഇങ്ങോട്ട് എടുക്കാം. അടുത്ത തവണ നമുക്ക് ഉഷാറാക്കി മന്തി ഉണ്ടാക്കണം. ചിക്കനിക്കുള്ള മസാല റെഡിയാക്കിയപ്പോഴാണ് നോക്കുന്നത്. ഫുഡ് കളറില്ല, തൽക്കാലം മുളകും പൊടി ഇട്ടു. ഞാൻ പറഞ്ഞല്ലോ ചിക്കന് ബിരിയാണിക്കും വേണ്ടി വെട്ടിച്ചതാണ്, അതുകൊണ്ട് ചെറിയ പീസാണ്. മന്തിക്കാണ് നമ്മൾ മുന്നേ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് വെട്ടിക്കാനും. അപ്പോൾ കളർ കിട്ടുന്നില്ല, അപ്പോൾ കുറച്ച് തക്കാളി ഒന്ന് അടിച്ച് പാർന്ന് നോക്കി. അപ്പോൾ ചെറിയൊരു കളർ കിട്ടി, അതിലങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ മസാലയൊക്കെ സെറ്റായി. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോഴേക്ക് നമ്മൾ അരിക്കുള്ള വെള്ളം തിളച്ചു. അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ രാജാവിനെ അങ്ങോട്ട് ഇട്ടു. രാജാവില്ലാതെ എന്ത് മന്തിയില്ലേ. രാജാവിൻ്റെ കൂടെ ബാക്കിയുള്ള മാഗി ക്യൂബ്, അതിൻ്റെ കൂടെ ഏലക്കായ്, പട്ട, കറാമ്പൂവ് എല്ലാം ചേർത്തു. അതിൻ്റെ കൂടെ കുറച്ച് ചെറുനാരങ്ങ നീര്, പിന്നെ സൺഫ്ലവർ ഓയിൽ, പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത്. ഉപ്പ് പിന്നെ നമ്മളിഷ്ടമല്ലേ, എപ്പോഴും നമ്മൾ വാങ്ങി കഴിക്കുന്നതിൻ്റെ രുചിയൊന്നും ഏതായാലും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കിട്ടില്ല. എന്നാലും നമ്മൾ ധൈര്യത്തിൽ കഴിക്കാമല്ലോ. കടക്കാർ ടേസ്റ്റ് കൂടാൻ വേണ്ടി പലതും ചേർക്കും, നമ്മൾ അത്രക്കൊന്നും ചേർക്കില്ല, അത്രേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അരിയൊക്കെ പാകത്തിന് വേവായിട്ടോ, വല്ലാതെ വെന്തോ അടയാൻ പാടില്ലല്ലോ. അപ്പോൾ അതിലേക്ക് കുറച്ച് പച്ചവെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ അരി ഇങ്ങോട്ട് വാർത്തെടുക്കണം. അരി നല്ല പാകത്ത് വേവായിട്ടോ, വെന്ത് കഴിഞ്ഞിട്ടൊന്നുമില്ല, നല്ല ഹാഫ് വേവിൽ തന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മളെ ചിക്കനൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനൊന്ന് വേവിക്കണമല്ലോ. അപ്പോൾ കുറച്ച് നേരം നമുക്കൊന്നത് വേവിച്ചെടുക്കാം. അതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് സെറ്റാക്കി. പക്ഷേ കളറില്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ കളർ പൗഡർ ഇല്ല, അതുകൊണ്ടാണ്. ചിക്കൻ ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽ നിന്ന് കുറച്ച് വെള്ളം ഒന്ന് മാറ്റി വെക്കണം. നമുക്ക് ചോറിൻ്റെ മേലെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാനാണ്. ആ രുചിയൊന്ന് അയക്കൊന്ന് ഇറങ്ങിക്കോട്ടെ. അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് റൈസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്തിട്ട് അതിന് മേലെ കൂടെ ഒഴിച്ച് കൊടുക്കാനുള്ളത് കേട്ടോ ആ വെള്ളം. ഇനി നമ്മൾ ഡെക്കറേഷൻ പരിപാടിയാണ്. കുറച്ച് കുരുമുളക്, 4 പച്ചമുളക്, പിന്നെ കളറിന് പകരമായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് ഇതിൽ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം നമുക്ക് മന്തീൻ്റെ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം ആ മഞ്ഞൾപ്പൊടി ഒന്ന് കലക്കിയത് അതൊന്ന് ചുറ്റിലൊന്ന് അവിടെ ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത്. പിന്നെ നമ്മളെ ലാസ്റ്റ് പരിപാടിയാണ് ചാർക്കോള്. എനിക്ക് പുകൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമല്ല, പക്ഷേ പിന്നെ പേരിന് മന്തിയിലാവുകയാണല്ലോ. അപ്പോൾ കുറച്ചൊരു കണ്ണിലിട്ടിട്ട് അങ്ങോട്ട് മൂടി വെച്ച്. നമ്മൾ പഠിച്ചുണ്ടാക്കി വെക്കണതായതുകൊണ്ട് കുറച്ച് സമയം എടുത്തു മന്തി ഉണ്ടാക്കാൻ. ഇനി അടുത്ത തവണ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഒരുവിധം മനസ്സിലായല്ലോ. ദമ്മിട്ട് അധികം നിൽക്കാനൊന്നും കാത്തുന്നില്ല, വിശക്കാൻ തുടങ്ങി. അപ്പോൾ വേഗം ഒന്ന് വിളമ്പി. വിചാരിച്ച മാതിരില്ല കേട്ടോ, ഉണ്ടാക്കി വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാൻ കരുതി ആകെ ഫ്ലോപ്പാവുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ മയോണൈസും സെറ്റാക്കി ഞങ്ങൾ കഴിക്കാൻ തുടങ്ങിട്ടോ. ആദ്യം മക്കൾക്ക് കൊടുക്കണമല്ലോ, എന്നിട്ടല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ആദ്യം അവരെ വിശപ്പൊന്ന് മാറ്റട്ടെ. കുട്ടീനെ കണ്ടെങ്കിൽ എൻ്റെ ജെയ്മോൻ്റെ പുതിയ ലുക്ക് എങ്ങനെയുണ്ട്? ആകെ ചൂടുകൂരേന്. അപ്പോൾ പോകാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. മുടി അങ്ങോട്ട് മുട്ടടിച്ച്, തലയിൽ 1 ഇഞ്ച് സ്ഥലമില്ല, ചൂട് നിറഞ്ഞിട്ട്. ഓനിതൊന്നും വല്ലാണ്ട് പറ്റൂല, ഓനിങ്ങനെ കളിച്ചിരിക്കണം. ഓനുള്ളത് ഓൻ്റെ കഞ്ഞി തന്നെ. ആദ്യമൊക്കെ കഴിച്ചിട്ട് ഓനുള്ള കഞ്ഞി ഉണ്ടാക്കട്ടെ. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്.